ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് തിരുവോണത്തിനെടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ. അപ്പോൾ തലേദിവസം തന്നെ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയലും സാമ്പാറിനൊക്കെ ഉള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാളന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് രാവിലെ എണീറ്റ് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ അത് ഇനിയിപ്പം തീയിലൊക്കെ ഉണ്ടാക്കണം, അവിയലുണ്ടാക്കണം, അങ്ങനെ സാമ്പാറുണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ കാപ്പിക്കുള്ള ബീഫാണ് ഇടുന്നത്, ബീഫും കപ്പയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചേക്കാണ്. പിന്നെ കൂട്ടുകറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കൂട്ടുകറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് അടിപൊളിയായിരുന്നു. പിന്നെ അത് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് ഉള്ളിത്തീയിലുള്ള തേങ്ങ ഞാൻ വറുത്ത് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കാളൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാളനെങ്കിൽ തലേദിവസം തന്നെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇത് അവിയലുണ്ട് കേട്ടോ ഉള്ളിൽ. പിന്നെ അതായത് സാമ്പാർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ. നല്ല ആവി വറക്കുന്ന സാമ്പാർ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ. അപ്പോൾ തിരുവോണ ദിവസമായിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ഇതായിരുന്നു കേട്ടോ അമ്പലത്തിൽ ചെന്നപ്പോഴൊക്കെ. പിന്നെ അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടൊക്കെ. അപ്പോൾ കപ്പയും ബീഫും ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പം പായസമുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അടപ്പായസമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമലൈസ് ചെയ്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സ്വാതി അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുമായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ നല്ല വെയിലാണ്. ഉച്ച കഴിഞ്ഞ് ഒരു മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മൂടിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ക്യാബേജ് തോരനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം പപ്പടം കാച്ചാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അത് ഈ ഉള്ളിത്തീയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുഴപ്പമില്ലാത്ത രീതി വന്നിട്ടുണ്ട്. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ ഞങ്ങൾ പ്രശ്നം പുറത്തുനിന്ന് മേടിക്കുവാട്ടോ ചെയ്തത്. പിന്നെ പായസം ഉള്ളതാണ് പരിപാടി കേട്ടോ. അപ്പം അതിന് ഞാൻ കുറച്ച് ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനൊരു പിങ്ക് കളർ കിട്ടാനായിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞിട്ടാണ് വെള്ളത്തിൻ്റെ കാര്യം ഓർത്തിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരാതെ എന്നാന്നൊക്കെ ഓർത്തു. പിന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യം ആലോചിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മെൽറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ 3 പാക്കറ്റ് പാലാട്ടോ ഒഴിച്ചേക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് അടയൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് കഴിഞ്ഞ് ഞാനൊന്നൊരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മുടെ പാല് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അളിഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയിലൂടെ കുറച്ച് വെന്താലും പെട്ടെന്ന് വേകുന്ന കേട്ടോ. പിന്നെ പാലൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അടയിട്ട് കൊടുത്തു. പിന്നെ സ്വാതി ഇല തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പായസം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പായസത്തിനപ്പം ഞാൻ കുറച്ച് ക്യാഷുണ്ട് കിസ്മസൊക്കെ വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കണ്ണൻ എന്താ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കണ്ണനും അടിപൊളിയാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തിരുവോണ തലേദിവസം തന്നെ എനിക്ക് മുന്നൂസം ജലദോഷം പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ പൊന്നൂസിനുണ്ടായിരുന്നു. ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം വഴക്കൊക്കെ ആയിരുന്നു അവളും. അപ്പോൾ അതിനെ കണ്ണൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവനൊരു പായസപ്രിയനാണ് കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്. അപ്പോൾ 2:30 ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം പ്രതീക്ഷിക്കാതെ പെയ്ത് നല്ലൊരു മഴയായിരുന്നു. ഇടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ആഘോഷങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാറില്ല കേട്ടോ ഇപ്പോൾ. പിന്നെ അമ്മ മുറ്റത്തൊക്കെ ഒത്തിരി ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വളർന്നിട്ടുണ്ട്. പിന്നെ നല്ല മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു വെയിലായി കേട്ടോ. വെയിലൊരു ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാനും എൻ്റെ അമ്മയും അനിയനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അനിയനൊന്നും ഇവിടെ ഇല്ല. പിന്നെ അമ്മയ്ക്ക് ഓണക്കോടി ഒരു നൈറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയ്ക്കത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ അമ്മ ചായ ഇടുവാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസ് അമ്മയുടെ കയ്യിലാണ്. പിന്നെ അമ്മ ചായയൊക്കെ ഇട്ട് തന്നിട്ട് ചായക്ക് പഴമൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ മേടിച്ച കൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക്